അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് റോസമ്മ. ഞാൻ കൊടുന്തിരിപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൻ്റെ 2 വയസ്സുള്ള കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. ഫെബ്രുവരി മാസം അവസാനം കുഞ്ഞിന് ജലദോഷവും പനിയും കഫക്കെട്ടും ഒക്കെ കൂടുതൽ 1.5 മാസത്തോളമായി തുടങ്ങിയിട്ട് ഹോമിയോ മരുന്നും ഇംഗ്ലീഷ് മരുന്നും ഒക്കെ മാറി മാറി കൊടുത്തുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു ഞായറാഴ്ച ആയപ്പോഴത്തേനും കുഞ്ഞിന് ശ്വാസമൊന്നും കിട്ടാതായി. ഞങ്ങൾ തിങ്കളാഴ്ച പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടുന്ന് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ന്യൂമോണിയയുടെ ആരംഭം ഉണ്ടോയെന്ന് സംശയം, ഓക്സിജൻ കുറഞ്ഞു പോകുന്നു, അതുകൊണ്ട് 5 ദിവസം ഇവിടെ കിടത്തി ഓക്സിജൻ കൊടുക്കണം, അത് കഴിഞ്ഞ് 5 ദിവസം ഇഞ്ചക്ഷൻ എടുക്കണം, എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. ഞാനെന്നിട്ട് സങ്കീർത്തനം 107:20 വചനമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, സൗഖ്യം കിട്ടിയാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന്. പിറ്റേ ദിവസം രാവിലെ ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛനോട് പറഞ്ഞു കുഞ്ഞിനിങ്ങനെ ഓക്സിജൻ കുറഞ്ഞു പോകുമെന്ന് പറയുന്ന അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചേക്കാമെന്ന് പറഞ്ഞു. അന്ന് ഉച്ചയായപ്പോഴത്തേനും കുഞ്ഞിനെ വെൻറ്റിലേറ്ററിലായിരുന്നു, ICUവിലായിരുന്നു. ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റി. 5-ാം ദിവസം പൂർണ്ണ സൗഖ്യം ലഭിച്ച് കുഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല.